ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ സുലഭമായി കിട്ടുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഈ ഹെയർ കെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 5 ചെമ്പരത്തിപ്പൂവ്, 1 റോസ് പൂവിൻ്റെ ഇതളുകൾ, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറ്റാർ വാഴയാണ്. മുടിയുടെ സംരക്ഷണത്തിന് കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവൊക്കെ ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നതാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു സ്മെല്ലിന് കൂടിയാണ് ഞാനിതിലേക്ക് റോസ് പൂവിൻ്റെ ഇതളുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുടിയുടെ സംരക്ഷണത്തിന് വളരെ നല്ലതാണിത്. കറ്റാർവാഴയുടെ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ജെല്ല് നല്ല രീതിയിൽ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് റോസ് പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 റോസ് പൂവിൻ്റെ ഇതളുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കൂടുതലായൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി നിങ്ങളുടെ മുടിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് ആവശ്യത്തിനുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെമ്പരത്തിയുടെ പച്ച, അതിൻ്റെ അടിയിലുണ്ടാകുന്ന പച്ച സാധനവും പിന്നെ അതിൻ്റെ പൂമ്പൊടിയും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കറ്റാർവാഴയിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ജെല്ലിൽ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണിത്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഇടവിട്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി 1 മാസമെങ്കിലും ആ രീതിയിൽ നമ്മളിത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ താരനൊക്കെയുള്ള ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഉപകാരപ്പെടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് ഹെയർ ഓയിലാണ് നമ്മുടെ തലയിൽ ഉപയോഗിക്കാറുള്ളത്, ആ ഹെയർ ഓയിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഹെയർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തലയുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം. ശേഷം ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ മുടിയിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടിക്ക് നല്ലൊരു സോഫ്റ്റും ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ ഈ ഒരു ഹെയർ പാക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.